വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പം ഇത് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ചിലപ്പോൾ ഇതിനൊരു മൂന്നാമത്തെ പാർട്ട് കാണും കേട്ടോ. ഇത് ചാപ്റ്റർ ഭയങ്കര വലുതാണ്. അപ്പം ഇനിയൊരു അതും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ചുമ്മാ വായിച്ചു പോകാനും പറ്റില്ല. അപ്പോൾ ഇതൊരു 3 പാർട്ടായിട്ട് ഇടാമെന്ന് ഓർത്താ. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ നിർത്തും, തീരുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാവേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാനും നിങ്ങൾക്കൊപ്പമാണ് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനും നിങ്ങൾക്കൊപ്പമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് 2ലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണേ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നുവല്ലോ. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പം പോരാട്ട നിയമനിർമ്മാണ സഭകളിലെ ആദ്യത്തെ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഏത് പാർട്ടിയാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി എന്നറിയാവോ? നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ 1923 രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതായത് നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ 1923 രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ നേതാക്കൾ 2 പേരായിരുന്നു, CR ദാസും മോത്തിലാൽ നെഹ്റു. ആരൊക്കെയായിരുന്നു അതിൻ്റെ നേതാക്കൾ? CR ദാസും മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു. സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു. അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പോൾ സ്വരാജ് പാർട്ടി 1923 രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചതിന് വിയോജിപ്പുണ്ടായിരുന്ന ഇതിനെ തുടർന്ന് തുടങ്ങിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇതിൻ്റെ നേതാക്കളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിയുകയും ചെയ്തു. സ്വരാജ് പാർട്ടിയുടെ നയങ്ങൾ നിസ്സഹകരണ സമര നയങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചർച്ച ചെയ്യുക. അടുത്തത് തുടരുന്ന ജനകീയ സമരങ്ങൾ. ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം ഇതിനുദാഹരണമാണ്. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സമരം. ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ
സ്പെഷ്യൽ പോലീസ്, ആസാം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊലപ്പെടുകയുണ്ടായി. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ച 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. അപ്പോൾ ഇതിൽ ആദ്യം ഒരു ഹെഡിങ് ഇടാം നമുക്ക്. റാംബ ലഹള എന്താ? ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമായിരുന്നു റാംബ ലഹള. എന്താ? ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം. നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമരാജു ആണ് നേതൃത്വം നൽകിയത്. കാരണം ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും. 2 കാരണങ്ങൾ കൊണ്ടാണ് റാംബ ലഹള ഉണ്ടായത്. 1, ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും. 2, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 2500 ചതുരശ്ര മൈൽ ഭൂപ്രദേശം സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലഹളയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കുക, 2500 ചതുരശ്ര മൈൽ ഭൂപ്രദേശം സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. സമരം അടിച്ചമർത്തിയത് മലബാർ സ്പെഷ്യൽ പോലീസും ആസാം റൈഫിൾസും കൂടിയിട്ടാണ്. അപ്പം അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പം റാംബ ലഹള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമായിരുന്നു റാംബ ലഹള. നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു അല്ലൂരി സീതാരാമരാജു. റാംബ ലഹളയ്ക്കുള്ള കാരണങ്ങളായിരുന്നു ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 2500 ചതുരശ്ര മൈൽ ഭൂപ്രദേശം സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നത്. ഈ സമരം ലാസ്റ്റ് അടിച്ചമർത്തിയത് എങ്ങനെയായിരുന്നു? മലബാർ സ്പെഷ്യൽ പോലീസും ആസാം റൈഫിൾസും കൂടി. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അടുത്തതായിരുന്നു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ. എന്നതായിരുന്നു? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ. ഇക്കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു. എന്താണ്? പൂർണ്ണ സ്വാതന്ത്ര്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. അപ്പം അതിന് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഈ കാലത്ത് ശക്തിയേറ്റു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. ഇതിൽ ഒരു നൂറ്റാണ്ട് തികഞ്ഞ ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. ഈ 2025 മാർച്ച് 12 ആയപ്പോൾ അതിനൊരു നൂറ്റാണ്ട് തികയുവാണ്. എന്താ സംഭവം എന്ന് ഞാൻ വായിച്ചായിരുന്നല്ലോ, എന്നാലും ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരു 1900 മാർച്ച് 12 വർക്കലയിൽ ശിവഗിരി മഠത്തിനുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയുണ്ടായി. ആ 2 മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു നൂറ്റാണ്ട് തികഞ്ഞ വർഷമാണ് 2025 മാർച്ച് 12. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സൈമൺ ഗോ ബാക്ക്, അതായത് സൈമൺ തിരിച്ചു പോവുക.
ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർമ്മിച്ച കമ്മീഷനായിരുന്നു സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം 1928 ഫെബ്രുവരി 3 രാജ്യത്തിനുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. കെട്ടുടുപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. അപ്പോൾ എന്താണ് സൈമൺ ഗോ ബാക്ക്? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർമ്മിച്ച കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. എന്താണ് സൈമൺ കമ്മീഷൻ? ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർമ്മിച്ച കമ്മീഷൻ. സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലാണ് ഈ കമ്മീഷൻ നിലവിൽ വരുന്നത്. സൈമൺ കമ്മീഷൻ്റെ നേതൃത്വം ആർക്കായിരുന്നു? സർ ജോൺ സൈമൺ. അപ്പം സൈമൺ തിരിച്ചു പോകുക അല്ലെങ്കിൽ സൈമൺ ഗോ ബാക്ക് എന്ന് നമ്മൾ അതിനെ പ്രതിഷേധിക്കാനുള്ള കാരണം എന്തായിരുന്നു അറിയാവോ? കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു എന്നുള്ളതാണ്. അതിനെ പ്രതിഷേധിക്കാനുള്ള കാരണം കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാരണത്താൽ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടിക്കാരും തീരുമാനിച്ചു. ഇന്ത്യയിലെത്തിയ കമ്മീഷനെതിരെ രാജ്യത്ത് ഉടനീളം ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1928 ഫെബ്രുവരി 3 അപ്പോൾ 1928 ഫെബ്രുവരി 3 ഇന്ത്യയിൽ ഉടനീളം സൈമൺ കമ്മീഷനുള്ള തിരിച്ചു പോവുക എന്നുള്ള കമ്മീഷനെതിരെ ഹർത്താൽ ആചരിച്ചു. ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യമായിരുന്നു സൈമൺ തിരിച്ചു പോവുക അഥവാ സൈമൺ ഗോ ബാക്ക് എന്നത്. ലാലാ ലജ്പത് റായ്. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ് ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. അപ്പോൾ ലാലാ ലജ്പത് റായ്ക്ക് പരിക്കേൽക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത ഇതാണ് സൈമൺ തിരിച്ചു പോവുക അല്ലെങ്കിൽ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. നെഹ്റു കമ്മിറ്റി ഇതിൽ രൂപം കൊണ്ടാണ് ഒരു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികളൊപ്പം ചേർന്ന് ഭരണഘടനാ റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികളൊപ്പം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് അറിയപ്പെടുന്നത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ്. ഇത് PSCയിൽ ഭയങ്കര അത്യാവശ്യമുള്ളൊരു കേസാട്ടോ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. അപ്പോൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നാ? മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. കെട്ടുറപ്പുള്ള ഭരണപരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പട്ടികകളൊപ്പം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിനെയാണ് നമ്മൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അടുത്തതായിരുന്നു ബർദോളിയിലെ കർഷക മുന്നേറ്റം. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി.
സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അബ്ബാസ് ത്യാബ്ജി, വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവഹിച്ചു. നികുതി വർധനവായിരുന്നു സമരത്തിൻ്റെ പ്രധാന കാരണം. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. അപ്പം അടുത്ത സമരം എന്തായിരുന്നു? ബർദോളിയിലെ കർഷക മുന്നേറ്റം. ബർദോളിയിലെ കർഷക മുന്നേറ്റം അത് നടന്ന വർഷം എന്ന് പറയുന്നത് 1928. അതൊരു വലിയ കർഷക സമരമായിരുന്നു കേട്ടോ. അപ്പം 1928 ബർദോളിയിലെ കർഷക മുന്നേറ്റം, ഗുജറാത്തിലാട്ടോ സ്ഥലം ബർദോളി, ഗുജറാത്തിലെ ബർദോളിൽ വലിയൊരു കർഷക സമരം ഉണ്ടായി. അതിന് നേതൃത്വം നൽകിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളിയിലെ കർഷക മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. പങ്കാളികളായ മറ്റ് വ്യക്തികളാണ് അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും. ആരൊക്കെയാണ് പങ്കാളികളായ മറ്റ് വ്യക്തികൾ? അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും. ഇതിൻ്റെ പ്രധാന കാരണം, അതായത് ബർദോളിയിലെ കർഷക മുന്നേറ്റത്തിന് പ്രധാന കാരണം നികുതി വർധനവ്. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് കർഷകർ സമരം ആരംഭിക്കുകയായിരുന്നു. സർക്കാർ നടപടി. അപ്പോൾ ഇതിനെതിരെ കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. അപ്പം ബർദോളിയിലെ കർഷക മുന്നേറ്റം 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പങ്കാളികളായ മറ്റ് വ്യക്തികളായിരുന്നു അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും. അതിനുള്ള കാരണം നികുതി വർധനവായിരുന്നു. അപ്പം നികുതി നിർത്താൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. പക്ഷേ അതിനെതിരെ സർക്കാർ നടപടിയെടുത്തു. എന്തൊക്കെയായിരുന്നു സർക്കാർ എടുത്ത നടപടി എന്ന് വെച്ചാൽ, കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണം എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളായി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് നിർദ്ദേശിച്ചു. അപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കാൻ. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടുകയും ചെയ്തു. അപ്പോൾ 1928 ഗുജറാത്തിലെ ബർദോളിയിലെ കർഷക മുന്നേറ്റം നടന്നത്. നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. പങ്കാളികളായ മറ്റ് രണ്ട് വ്യക്തികളായിരുന്നു അബ്ബാസ് ത്യാബ്ജിയും വിത്തൽഭായ് പട്ടേലും. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നികുതി വർധനവായിരുന്നു. അതിനെതിരെ സർക്കാർ നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്നത്. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് പിന്തുണ നൽകി. അവസാനം അത് വിജയം നേടുകയും ചെയ്തു. അടുത്തതായിരുന്നു ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ്. അടുത്താണ് ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ്. ആദ്യം ഇതിൻ്റെ അകത്തൊരു ജവഹർലാൽ നെഹ്റു ചെയ്ത ഒരു കോട്ട്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞത് ബൈപാസ് ചന്ദ്ര എറ്റ് അൽ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ നിന്നാട്ടോ. അപ്പം ഇതിൽ എഴുതിയേക്കുന്നത്, ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. അവയിൽ
ചിലത് ചുവടെ കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചു. അപ്പോൾ ലാഹോർ സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായിരുന്നു. അതിൽ ലാഹോർ സമ്മേളനത്തിൻ്റെ കാരണം 3 പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചു. അപ്പം ലാഹോർ സമ്മേളനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാഴികക്കല്ലായി മാറിയത് എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചു. അപ്പോൾ ലാഹോർ സമ്മേളനം എന്നറിയാവോ? 1929 നടന്ന സമ്മേളനമാണ്. ഇത് പൂർണ്ണ സ്വരാജ് എന്നും ഇതിന് പറയുന്നുണ്ട് കേട്ടോ. ഈ ലാഹോർ സമ്മേളനത്തിന് പൂർണ്ണ സ്വരാജ് എന്നും പറയുന്നുണ്ട്. അപ്പം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നാഴികക്കല്ലായിരുന്നു. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് 3 പ്രധാന തീരുമാനങ്ങൾ എടുത്തായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചു. അപ്പോൾ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26-നായിരുന്നു കേട്ടോ. അപ്പം സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യ ദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26-ന് ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഭക്തിഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചരണം എന്നിവ ഇതിൻ്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ സ്വാതന്ത്ര്യദിനാഘോഷം. ഇത് ലാഹോർ സമ്മേളനത്തിൽ തീരുമാനിച്ച കാര്യമായിരുന്നു. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവനായി സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിച്ചതെന്നാണ് 1930 ജനുവരി 26-ന്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ, 1947-ലാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാൻ ലാഹോർ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അത് 1930 ജനുവരി 26-നാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയങ്ങൾ യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയതും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതും ജനാഘോഷത്തിൽ പങ്കാളികളാക്കി. ചർക്കയിൽ നൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചാരം എന്നിവയും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 ആഘോഷിക്കാനുള്ള കാരണം ഇതാണ്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം? ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ 1930 ജനുവരി 26-ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. അത് ജനുവരി 26-നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 ആചരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ദണ്ഡിയിലെ കടലിരമ്പം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി വൈസ്രോയിയായിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തി.
എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തൂങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എന്തുകൊണ്ട് ഉപ്പ്? ഉപ്പ് നിർമ്മാണം സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്കു കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നതായിരുന്നു. അപ്പം എന്തായിരുന്നു ദണ്ഡിയിലെ കടലിരുമ്പ്? ദണ്ഡിയിലെ കടലിരുമ്പ് ഇപ്പോൾ ലാഹോർ സമ്മേളനത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗാന്ധിജിനെ ഒരു ഉത്തരവാദിത്തം ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. എന്താ? പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യം. സമരം ആരംഭിക്കുന്നതിന് മുൻപായി ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകുകയൊക്കെ ഉണ്ടായി. സർക്കാരിനെതിരെ സിവിൽ ലംഘന നിയമം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളിയാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സമരമായിരുന്നു ഉപ്പ് സമരം. എന്തായിരുന്നു? ഉപ്പ് സമരം. 1930 ഉപ്പ് സമരം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉപ്പെന്നറിയാവോ? ഉപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന സംഭവം, നേരത്തെ ഉപ്പെന്ന് പറയുന്നത് സർക്കാരുടെ കുത്തകയായിരുന്നു. സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി ശിക്ഷ വിധിക്കുമായിരുന്നു. ഈ നിയമം ലംഘിക്കുവാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്കു കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചിരുന്ന എന്തായിരുന്നു? നിന്ദ്യമായ കുത്തക എന്നതായിരുന്നു. എന്താണ്? നിന്ദ്യമായ കുത്തക എന്നതായിരുന്നു. അപ്പം ഉപ്പ് സമരം ഏത് വർഷം? 1930 ലാണ് ഉപ്പ് സമരം നടന്നത്. ഇതിൽപ്പെടുന്ന വേറൊരു സംഭവം കേട്ടോ, ദണ്ഡി മാർച്ച്. ഉപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഗാന്ധിജിയൊക്കെ പോയപ്പോൾ പോയത്, അതിന് നമ്മൾ പറയുന്നതാണ് ദണ്ഡി മാർച്ച്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് നിയമം ലംഘിക്കാനുള്ള തീരുമാനമാണ് ദണ്ഡി മാർച്ച്. എന്താണ് ദണ്ഡി മാർച്ച്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് നിയമം ലംഘിക്കാനുള്ള തീരുമാനം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുത്ത സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. അത് 24 ദിവസമായിരുന്നു കേട്ടോ. 24 ദിവസം. നിരവധി വിദേശ പത്രപ്രവർത്തകർ യാത്ര റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർബന്ധിച്ച് ഗാന്ധിജിയെ നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6 അപ്പം 1900 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി ലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നതിന് സംബന്ധിച്ച് ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. നിസ്സഹകരണ സമരത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം നിയമലംഘന സമരത്തിൽ ഉണ്ടായിരുന്നു. നിസ്സഹകരണ സമരത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദണ്ഡി മാർച്ച്? എന്താണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക്, സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധരും പദയാത്ര നടത്തിയത്. അത് 24 ദിവസം നീണ്ടു നിന്നതായിരുന്നു. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് നിയമലംഘനം നടത്തിയത് 1930 ഏപ്രിൽ 6 അടുത്തത് ആണ് വാരണാസിയിലെ പോരാട്ടം. 1930 മെയ് 21 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ വാരണാസി ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പു കഷണങ്ങൾ ഘടിപ്പിച്ച ലാത്തി ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നതുവരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സമരക്കാർ എടുത്തുകൊണ്ടു പോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വന്നു.
പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് തുടർന്നു കൊണ്ടിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320ഉം മരിച്ചവർ 2ഉമായിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ വാരണാസിയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നിസ്സഹകരണ സമരത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം പ്രകടമാക്കിയ സമരമായിരുന്നു നിയമലംഘന സമരം. നിസ്സഹകരണത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. അപ്പോൾ വാരണാസിയിലേക്കുള്ള പോരാട്ടം നടന്ന വർഷം 1930 മെയ് 21-ന് 2000-ലധികം പേർ അടങ്ങിയ സമരക്കാർ ഗുജറാത്തിലെ വാരണാസി ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അപ്പോൾ 1930 മെയ് 21-നാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതായത് വാരണാസിയിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ 2 വ്യക്തികളായിരുന്നു സരോജിനി നായിഡുവും ഇമാം സാഹേബും. ആരൊക്കെയായിരുന്നു? സരോജിനി നായിഡുവും ഇമാം സാഹേബും. പോലീസ് സേന പാഞ്ഞടുത്ത് ഇരുമ്പ് കമ്പുകൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാരെ നിലത്ത് വീഴുന്നവരെ ഇതിന് അവസാന കണക്ക് പരിക്കേറ്റവരെ മാറ്റുമ്പോൾ പുതിയ സംഘം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന കണക്ക് 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ പരിക്കേറ്റവർ 320ഉം മരിച്ചവർ 2ഉമായിരുന്നു. അപ്പം അതാണ് ധരാസേനയിലെ പോരാട്ടം. അത് നടന്ന ദിവസം 1930 മെയ് 21-നാണ്. അവർ നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവും ഇമാം സാഹേബും ആയിരുന്നു. ഇനി നമുക്ക് നിയമലംഘന സമരത്തിലെ പങ്കാളിത്തം നൽകിയ ആൾക്കാരാരൊക്കെയാണെന്ന് നോക്കാം. ഇവർ അതൊക്കെ പങ്കാളിത്തം, ഇത് പല ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, അവർ പലതരം പങ്കാളിത്തം നടത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണെന്ന് നോക്കാം. വടക്കു പടിഞ്ഞാറേ ഇന്ത്യ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു അവിടെ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിർത്ത് ഗാന്ധി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഖുദായ് ഖിദ്മത്കർ എന്ന സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യം നമുക്ക് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പരിചയപ്പെടാം. ആരാണ് ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. അപ്പം അവിടെ ഇന്ത്യയിലെ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആരാ? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് അതിർത്തി ഗാന്ധി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അതിർത്തി ഗാന്ധി ആരായിരുന്നു എന്ന് പല ക്വസ്റ്റ്യൻസ് പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ സേനയാണ് ഖുദായ് ഖിദ്മത്കർ. ആരാ? ഖുദായ് ഖിദ്മത്കർ. നമുക്ക് അതിൽ പങ്കാളിത്തം, നിയമലംഘന സമരത്തിലെ പങ്കാളിത്തം ഇതിന് ആൾക്കാരിലേക്ക് പോകുന്നതിന് മുന്നേ ഒരാളെയും കൂടി പരിചയപ്പെടുത്തിയിട്ട് അതിലേക്ക് പോകാം. റാണി ഗൈഡിൻ ലിയു. ആരാ? റാണി ഗൈഡിൻ ലിയു. നിയമലംഘന സമരക്കാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗൈഡിൻ ലിയു. റാണി ഗൈഡിൻ ലിയു ആരാ? നിയമലംഘന സമരക്കാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളി. സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഇന്ത്യയെ അവരെ ഓർമ്മിപ്പിക്കുകയും ആദരിക്കുകയും ഒരു ദിനം വരും എന്നാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമാണ് റാണി ഗൈഡിൻ ലിയു ജയിൽ മോചിതനായത്.
അപ്പോൾ ഗൈഡിൻ ലിയു ആരാ? നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു. അപ്പം ഇനി നിയമലംഘനത്തിലെ സമരത്തിലെ പങ്കാളിത്തം ആരുടെയൊക്കെ നോക്കാം. ആദ്യത്തെ ആൾക്കാരായിരുന്നു കർഷകർ. നിയമലംഘന സമരത്തിലെ ആദ്യ പങ്കാളിത്തം വഹിച്ചിരുന്നത് കർഷകർ. സർക്കാരിന് നികുതി നൽകാതെയും ജന്മിക്കാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളിയായി. കർഷകർ സർക്കാരിന് നികുതി നൽകാതെയും ജന്മിക്കാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളിയായി. രണ്ടാമത്തേത് തൊഴിലാളികൾ. ആരായിരുന്നു? തൊഴിലാളികൾ. റെയിൽവേ, തുറമുഖം, ഖനി എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഗോലാപൂരിൽ തൊഴിലാളികളിൽ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഷോലാപൂർ എവിടെയാണെന്നറിയാവോ? ഷോലാപൂരിൽ തൊഴിലാളികൾ നടത്തിയ അക്രമത്തിൽ കലാശിച്ചു. മഹാരാഷ്ട്രയാണ്. ഗോത്ര ജനത വന നിയമങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. ഗോത്ര ജനത വനവിഭവങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുതകൾ വിൽക്കുന്ന കടകൾ പാക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. അടുത്തത് കച്ചവടക്കാരും വ്യാപാരി വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. കച്ചവടക്കാർ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. അപ്പം നിയമലംഘന സമരത്തിലെ പങ്കാളിത്തം നൽകിയത് കർഷകർ, തൊഴിലാളികൾ, ഗോത്ര ജനത, സ്ത്രീകൾ, കച്ചവടക്കാരും വ്യവസായികൾ. ആരൊക്കെയാണ് നിയമലംഘന സമരത്തിലെ പങ്കാളിത്തം? കർഷകർ, തൊഴിലാളികൾ, ഗോത്ര ജനത, സ്ത്രീകൾ, കച്ചവടക്കാരും വ്യവസായികളും. പിന്നെ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന റാഡു ഗൈഡിൻ ലിയു ഞാനത് ഓൾറെഡി പറഞ്ഞു. നിയമലംഘന സമരക്കാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗൈഡിൻ ലിയു. നിയമലംഘന സമരക്കാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിനം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗൈഡിൻ ലിയു ജയിൽ മോചിതയായത്. അടുത്തതാണ് സന്ധി സംഭാഷണങ്ങൾ. പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടന്നു. ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെൻറ് ശ്രമം ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി-ഇർവിൻ ഉടമ്പടി. 1931 മാർച്ച് 3 ഒപ്പുവെച്ച ഈ ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനവും നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചാണ്. സന്ധി സംഭാഷണങ്ങൾ അത് വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പം 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. അതിനായി ലണ്ടനിൽ നടന്ന ചർച്ചാലോചനകളാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നത്. 1930 ആദ്യ സമ്മേളനം 1930 നടന്ന ആദ്യ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇനി ഗാന്ധി-ഇർവിൻ ഉടമ്പടി എന്നാന്ന് നോക്കാം. നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗാന്ധിജി അപ്പോൾ ഒന്നാം സമ്മേളനത്തിൽ കോൺഗ്രസ് സഹകരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സഹകരിപ്പിക്കാൻ വേണ്ടി നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും വേണ്ടി
ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931 മാർച്ച് 5-നായിരുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ് 1931 മാർച്ച് 5-ന്. ഉടമ്പടി പ്രകാരം ഈ രണ്ട് ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 കാരണങ്ങളുണ്ടായിരുന്നു. നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിപ്പിച്ചതിനെ തുടർന്ന് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. അപ്പോൾ സന്ധി സംഭാഷണങ്ങൾ എന്താണ്? വട്ടമേശ സമ്മേളനങ്ങൾ. 3 വട്ടമേശ സമ്മേളനം നടന്നു. ആദ്യത്തേത് 1930-ലായിരുന്നു. രണ്ടാമത് കോൺഗ്രസ്സുകാർ ഇത് പങ്കെടുക്കാത്തതിനെ തുടർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. അത് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നറിയപ്പെട്ടു. അത് 1931 മാർച്ച് 5-നായിരുന്നു. അതിന് പ്രകാരം നിയമലംഘന സമരം നിർത്തിവെക്കുകയും ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിലും കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തത് കൊണ്ട് മൂന്നാമത്തെ സമ്മേളനം കോൺഗ്രസ്സുകാർ ബഹിഷ്കരിച്ചു. അടുത്തതാണ് സായുധ വഴിയിലെ പോരാട്ടം. എന്താണ് സായുധ വഴിയിലെ പോരാട്ടം? സായുധ വഴിയിലെ പോരാട്ടം തുടങ്ങി അടുത്ത ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് പാർട്ട് 2 ഞാൻ പറഞ്ഞതുപോലെ പാർട്ട് 3 ആയിട്ടിടാം. ഇത് വലിയൊരു ചാപ്റ്ററാണ്, ഇതിൽ തീരില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊന്നും വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ ഗ്രാൻഡായിട്ട് പറയുന്നില്ല. ഇതിൽ കുറേ കേസുകൾ പറയുന്നില്ല. അപ്പം അത്രയും ഡീറ്റെയിൽഡായിട്ട് വട്ടമേശ സമ്മേളനങ്ങൾ നമുക്ക് വേണ്ടതുകൊണ്ട് വട്ടമേശ സമ്മേളനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് നോട്ട്സൊക്കെ അതൊക്കെ കുറച്ച് ലെങ്ത് കുറഞ്ഞ വീഡിയോ ആയിട്ട്, ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിപ്പം SCERT ചാപ്റ്ററല്ലേ പറഞ്ഞു പോകുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ചാപ്റ്ററിൽ പറയുന്നില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് നോട്ടായിട്ട് വട്ടമേശ സമ്മേളനങ്ങൾ, റൗലറ്റ് ആക്ട് അങ്ങനെയൊക്കെ ഓരോരോ ഇതായിട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ചെറിയ വീഡിയോ ആകുമ്പം കാണാനും ഇഷ്ടമാവും, കേൾക്കാനും ഇഷ്ടമാവും, കുറച്ചും കൂടി പഠിക്കാൻ ഇതും നമ്മൾ SCERT നോക്കണം കേട്ടോ. നോക്കണ്ടെന്നല്ല, PSC പഠിക്കുന്ന എല്ലാവരും ഇപ്പോൾ SCERT നോക്കണം. SCERT തന്നെയാണ് മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസും മെയിൻലി LGSനൊക്കെ വരിക. അപ്പോൾ അല്ല അങ്ങനെയല്ലാതെ ഒന്നാം വട്ടമേശ സമ്മേളനം, റൗലറ്റ് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് നോട്ടായിട്ട് ചെറിയതായിട്ട് തരാം കേട്ടോ. അപ്പോൾ പാർട്ട് 2 6ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ഇതാണ്. ഇവിടെയും കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും എന്തെങ്കിലും മനസ്സിലാവാത്തതോ ക്ലിയർ ആവാത്തതോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ താങ്ക് യു ഓൾ.